ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആച്ചീസിലൊരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊന്നും ഇല്ലാത്തൊരവസരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തൊളിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണേൽ കട്ടാക്കി. എന്നിട്ട് ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ പൊട്ടറ്റോ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാവേ. തിളപ്പിച്ച് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് മാറ്റണം. അധികം ഒന്ന് കുക്കായി പോയരുത് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം വെള്ളം മാറ്റി ഒന്ന് ആറിയതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, കുറച്ചധികം തന്നെ കാശ്മീരി ചില്ലിയും ഇട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങിന് ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പില്ലെങ്കിൽ മസാലയിൽ ഉപ്പ് ചേർക്കേണ്ടതാണ്. അപ്പോൾ മസാലയിൽ കുറച്ച് വെള്ളം കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പിടിക്കാൻ വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് ഗരം മസാല പൊടിയാണ്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു തവയോ പാനോ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു എണ്ണ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടക്കി വെച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഒരു സൈഡിലാണ് ഇതിലുള്ളത്, അത് തവേൻ്റെ പ്രശ്നമാണ്. അതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, ചെരിച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് 2 കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മക്കൾക്ക് ലഞ്ചിൻ്റെ കൂടെയും അതുപോലെ തന്നെ മീനില്ലാത്ത സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ലൈറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, അതുപോലെ കമൻ്റ് ഇടുക, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്കൊന്ന് ഹൈപ്പ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.